എന്തുണ്ട് വിശേഷം? അപ്പോൾ ഞാൻ പെർഫ്യൂംസിൻ്റെ വർക്കിന് പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ വീട്ടിൽ വിളിച്ചപ്പം സധുവിനെ പലിക്കോളാണ്, ദേവും കിണ്ണനും വിഷമത്തിലൊക്കെയാണ്, ബോറടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറേ ദിവസം കൊണ്ട് ഇവർക്ക് ഒരു ഓഫർ ഞാൻ ചുമ്മാ ഒന്ന് പറ്റിക്കണ്ടായിരുന്നു, KFC കൊണ്ടുപോയി ഫുഡ് മേടിച്ച് കൊടുക്കാന്നൊക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, 3 പേരും റെഡിയായി നിൽക്കുക, ഞാനൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, അത് ഒരു സർപ്രൈസായിട്ട് നമുക്ക് അടൂർ KFCയിൽ ഒന്ന് കൊണ്ടുപോയി ചെറിയൊരു ട്രീറ്റ്, ചുമ്മാ ഒരുപാട് നാളുകൊണ്ടേ അതുങ്ങൾ പറയണതാണ്. എൻ്റെ അവസ്ഥകൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇപ്പോഴും ഉണ്ടായിട്ടല്ല, എന്നാലും എൻ്റെ ഒരു സന്തോഷം, നമുക്ക് ഇങ്ങനെയൊക്കെ നമുക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, നമുക്ക് വലിയ എന്താ പറയുക, വലിയ കാര്യങ്ങൾ സാധിക്കാനുള്ള സാഹചര്യം ആയില്ല. അപ്പോൾ ചെറിയൊരു 3 പേരും റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അവിടെ ചെല്ലുമ്പോൾ എന്താവുമെന്ന് അറിയില്ല. അപ്പം ഇറങ്ങാൻ പോവില്ലേ, ഒരു ഗിഫ്റ്റ് ഒരു സ്പെഷ്യൽ സ്ഥലത്താണ് കൊണ്ടുപോകാൻ പോണത്. ചേറ് അതിന് ചോദിച്ചു എന്താ അറിയണ്ടേ, കൃഷ്ണമണിയല്ലേ ചോദിച്ചേ? കൃഷ്ണമണി ചോദിക്കേ സൈഡ് ചോദിക്കേ. നമ്മൾ പോണ സ്ഥലം പറയാം. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു വാഗ്ദാനം ഞാനിപ്പോൾ സാധിക്കാൻ പോവാം. കുറേ ഉണ്ട്, എന്നാലും ഒരെണ്ണം അറിയാതെ അത് വേണം. 2 എണ്ണം അല്ലടി, തൽക്കാലം ഒരെണ്ണം. ഓക്കെ, ഒരെണ്ണം ഇപ്പൊ ഞാൻ സഹായിച്ചു തരാം. പറയണ എന്തിനാ? ഇതുങ്ങൾക്ക് പിന്നെ അതൊക്കെ ആഗ്രഹമാണ്. പക്ഷെ എൻ്റെ മക്കൾ 2 പേരും നിർബന്ധിക്കാറില്ല അച്ഛൻ്റെ ആഗ്രഹം പറയും, പക്ഷെ നിർബന്ധിക്കാറില്ല. അത് ഒരു എൻ്റെ മക്കളുടെ ഒരു ക്വാളിറ്റിയാണ്. ചില കുട്ടികളെ പോലെ പിടിവാശിയൊന്നുമില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്ക്. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്ക് എവിടെ ആയിരിക്കും ഒന്ന് എനിക്കറിഞ്ഞൂടാ. നീ പറഞ്ഞു പറ ചേട്ടാ, അന്നേരം പറ എവിടാ പോന്നെന്ന് പറ. അല്ല, നിങ്ങൾ എവിടെ പോണെന്ന് പറയണ്ട, നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യം പറ. ഹായ് ഗൈസ്, അപ്പോൾ ചേട്ടൻ ഞങ്ങൾക്ക് ഒരു സർപ്രൈസ് വന്നിരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഒരുങ്ങാൻ പറഞ്ഞിരുന്നു ചേട്ടാ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഒരുങ്ങിയൊക്കെ നിന്നു. അപ്പോൾ ഈ ഞങ്ങൾക്ക് സർപ്രൈസാണ്. എവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ടില്ല ഇതുവരെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അവർക്കറിയാമെന്ന് ചോദിക്കാം. അവർക്കൊക്കെ അറിയാം. ആർക്ക്? ഇവർക്കോ? അവരൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞോ? അത് ശരി, അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓടിയതാണ്. നിങ്ങളെ 3 പേര് മാത്രമല്ല അറിയാത്ത. അത് ശരി. അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണെന്ന് അറിയാം. സർപ്രൈസ്. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? ഏതു പുൽമേട്ടിലോ മേടയിലോ എൻ്റെ തേൻ കുടം വച്ചു മറന്നു. പാട്ടിൻ്റെ തേൻ കുടം വച്ചു മറന്നു. നെറ്റിയിൽ പൂവുള്ള സ്വർണ്ണ ചിറകുള്ള പക്ഷി, നീ പാടാത്തതെന്തേ? ഞാനൊരു പാട്ട് പാടിയിട്ട് ഒരു എക്സ്പ്രഷൻ പോലില്ലല്ലോ കൃഷ്ണമണി. അപ്പോൾ ഞങ്ങൾ KFCയിലെത്തി. സംഭവം എന്താണെന്ന് വെച്ചാൽ 3 പേർക്കും വലിയ സന്തോഷമൊന്നുമില്ല. കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് കരുതി 3 പേരും പ്രതീക്ഷിച്ചില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിൽ 3 പേർക്ക് ഭയങ്കര എന്താ പറഞ്ഞാൽ ഇത് അടൂരാണ്, വളരെ രസമുള്ള ആർട്ടൊക്കെ ഉണ്ട്. അങ്ങനെ 3 പേരെയും കൂടെ ഞാൻ പൈസ കൊടുത്ത് അവർക്ക് ഇഷ്ടമുള്ളത് മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടു. എപ്പോഴും ഞാനല്ലേ പോയി മേടിക്കുന്നത്, അവരുടെ ഇഷ്ടമുള്ള മേടിക്കട്ടെന്ന് വിചാരിച്ചു. അച്ഛൻ മേടിക്കുമെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ മേടിക്കട്ടെ എന്ന് വിചാരിച്ച് വിട്ടതാണ്. നോക്കാം എന്തൊക്കെയാണ് അവർ മേടിക്കണേന്ന്, അവരുടെ ഐഡിയക്ക് അവരെന്തൊക്കെ മേടിക്കണേന്ന് നോക്കാം. സധു യൂട്യൂബറൊക്കെ ആണെങ്കിലും സധുവിന് ഇങ്ങനെയൊക്കെയുള്ള എക്സ്പീരിയൻസ് കുറവാണ്. സാധാരണ ഞാൻ തന്നെയാണ് എല്ലാം മേടിക്കാനും എടുക്കാനൊക്കെ പോകുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇനി സധുവിനെയും കൂടെ ഒന്ന് ഇതിലൊക്കെ ഒന്ന് പങ്കെടുപ്പിച്ച് അവളുടെ ഐഡിയാസും കൂടെ ഒന്ന് അവൾ പുറത്തിറക്കട്ടെ. ഇല്ലേ എല്ലാത്തിനും ചേട്ടൻ ചെയ്യും എന്ന് വിചാരിച്ചിരിക്കും. നമ്മളെപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പോൾ അനന്തക്കുട്ടനും ദേവസും സധുവായിട്ട് അവിടെ ക്യൂവിൽ നിൽപ്പുണ്ട്. അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് എന്താണ് അവർ സെലക്ട് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അവർക്ക് വേണ്ടെന്ന് പറഞ്ഞു. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ പെർഫ്യൂമിൻ്റെ വർക്ക് കുഴപ്പമില്ല, എയർ ഫ്രഷ്നർ, കാർ പെർഫ്യൂം എല്ലാവരും മേടിക്കുന്നുണ്ട്, നല്ല അഭിപ്രായമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഇച്ചിരി പൈസ വന്നപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ മക്കളെയും സധുവിനെയും കൊണ്ടുവന്ന് അവർക്ക് എപ്പോഴും ഇതുവഴി പാസ് ചെയ്ത് പോകുമ്പോൾ ഞാൻ പറയും
KFC വാങ്ങിച്ചു തരാം എന്നൊക്കെ പറ്റിയിട്ടില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. സന്തോഷമായ ഉറപ്പ് ഉമ്മയൊന്നുമില്ലേ? KFC മേടിച്ചെന്നാണോ ഉമ്മ? കിണ്ണ സന്തോഷമായ സൈദേ സന്തോഷമായ? ഇപ്പം തൽക്കാലം നമുക്ക് ചെറിയ സന്തോഷം. ഓക്കെ, ഇനി നമ്മുടെ പെർഫ്യൂമൊക്കെ വിറ്റ് നമുക്ക് ഒരുപാട് പൈസയൊക്കെ വരുമ്പോൾ നമുക്ക് വലിയ സന്തോഷം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, ഇനി വരുന്ന ഐറ്റംസ് ഇവരെന്താ ബുക്ക് ചേട്ടാ ഇതിനെപ്പറ്റി ഒന്ന് പറയാമോ? എന്താണ് നമ്മുടെ കാർ പെർഫ്യൂമിനെ പറ്റിയാണോ? ഓക്കെ, ഇത് നമ്മുടെ കാർ പെർഫ്യൂമാണ്. ഇതിൻ്റെ പേര് പ്രവീൺ എന്നാണ്. നമുക്ക് ഏകദേശം 6 ഫ്രാഗ്രൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇത് CR7 ആണ്. ഈ CR7ൻ്റെ പ്രത്യേകത നമുക്ക് 100 ml ആണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി. നമുക്ക് പെർഫ്യൂം ഡയറക്റ്റാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ആൽക്കഹോൾ ഇല്ലാത്ത ടൈപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമുക്ക് ലോങ് ലാസ്റ്റിംഗ് സ്മെല്ല് കിട്ടും. പിന്നെ നമ്മൾ CR7ൻ്റെ ബോഡി സ്പ്രേ ഉപയോഗിക്കുന്ന അതേ ഫ്രാഗ്രൻസ് തന്നെ ഇതിന് നമുക്ക് കിട്ടും. പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് കോസ്റ്റ് കുറച്ച് ഇപ്പം നമുക്ക് നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസുകൾക്കൊക്കെ കാർ പെർഫ്യൂംസിൻ്റെ ഫ്രാഗ്രൻസിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 100 ml ഏകദേശം 650 രൂപയൊക്കെ MRP ഉണ്ട്. അപ്പോൾ നമുക്ക് അല്ലാതെ മേടിക്കുന്നതിന് ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ കുറച്ച് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ കൊടുക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഡയറക്റ്റ് കസ്റ്റമറിലേക്ക് എത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വരുന്നത് 100 ml നമുക്ക് 480 ആണ്. നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ്. ആവശ്യക്കാർക്ക് നമുക്ക് നമ്പർ ഇതിനകത്ത് കൊടുക്കാം, ആവശ്യക്കാരത് മേടിക്കട്ടെ. പിന്നെ നമ്മുടെ ഉള്ളത് കോബ്രയുടെ സ്മെല്ലാണ് കേട്ടോ. സ്ഥലം ഇത് നോക്ക്, കോബ്രയുടെ സ്മെല്ലാണ്. കോബ്ര കൂടാതെ നമ്മുടെ കയ്യിൽ പിന്നുള്ളത് ബ്ലൂ ലേഡി ഉണ്ട്, പിന്നെ ബ്രൂട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂൾ വാട്ടറിൻ്റെ ഉണ്ട്. പിന്നെ മെയിനായിട്ട് വാനില, അതായത് വാനിലയുടെ സ്മെല്ലെന്ന് വെച്ചാൽ വളരെ നല്ലൊരു സ്മെല്ലാണ്. അത് നല്ല രീതിയിൽ നമ്മുടെ വാനില, ലില്ലി എന്നൊക്കെയുള്ള പേരിൽ വരുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്, അത് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനെല്ലാത്തിനും ഈ സെയിം റേറ്റ് ആണ്. 480 ആണ് MRP ഉള്ളത്. പിന്നെ കൊറിയർ ചെയ്യുകയാണെങ്കിൽ കൊറിയർ ചാർജ് പ്ലസ് കൊറിയർ ചാർജ് ഈ 450 കൊറിയർ ചാർജ് ഉൾപ്പെടെ ടാക്സ് ഉൾപ്പെടെ എല്ലാം കിട്ടും നമുക്ക്. പിന്നെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നമ്മളെല്ലാവരോടും പറയുകയാണ്. അപ്പോൾ നിൻ്റെ അഭിപ്രായം, ഈ മണം നമ്മുടെ വണ്ടിയിൽ അടിച്ചിട്ട് എങ്ങനെയുണ്ട്? നല്ല മണമാണ്. മണം ഒരുപാട് നേരം നിൽക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഓവറായിട്ട് നമുക്ക് ടൈം കൊടുക്കാൻ പറ്റത്തില്ല, കുത്തലുണ്ടാകത്തില്ല, നമുക്ക് തലപരിപ്പൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന, ഇപ്പം ഞാൻ പറയട്ടെ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രാഗ്രൻസ് ഏതാ? എനിക്ക് CR7 ആണ് ഇഷ്ടപ്പെട്ടത്. അല്ല, നിനക്ക് അല്ലാതെ കാർ പെർഫ്യൂമിനല്ലാതെ ബ്ലൂ ലേഡിയാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടം ബ്ലൂ ലേഡിയാണ്. പക്ഷേ ആ ബ്ലൂ ലേഡിയുടെ പെർഫ്യൂം നമുക്ക് കാർ സ്പ്രേ ആയിട്ട് ഉണ്ടാക്കി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേ സ്മെല്ല് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് ഏത് മണം വേണമെങ്കിലും നമുക്ക് കാർ പെർഫ്യൂമാക്കി ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എവിടെ വേണമെങ്കിലും, കേരളത്തിൽ നല്ല എവിടെ വേണമെങ്കിലും നമുക്ക് ഇത് അയച്ചു തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഡക്റ്റ് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഞങ്ങളുടെ പുതിയൊരു സംരംഭമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണ്ട ഇന്ന് KFC ഓർഡർ ചെയ്ത ഐറ്റംസ് കണ്ടോ? വേണ്ട ചിക്കൻ അതാണ്ടേ അനന്തകൃഷ്ണൻ വാങ്ങിച്ചു, അപ്പം തന്നെ കഴിക്കലും തുടങ്ങി. അപ്പോൾ അവരുടെ സന്തോഷം ഇതാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ. ഒരുപാട് വലിയ രീതിയിൽ ചെയ്യണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോൾ ഇനി വേണ്ടേ കൃഷ്ണവേണി എങ്ങനെയുണ്ട് KFC? ഓക്കെ, അപ്പോൾ എല്ലാം ഓക്കെയാണ്. ഇതാണ് ഞങ്ങളുടെ സന്തോഷം, കുഞ്ഞു സന്തോഷം. ഞങ്ങളുടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ കാർ പെർഫ്യൂം കൂടെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും കാണണം, ഒരു പ്രാവശ്യമെങ്കിലും ചാൻസ് നോക്കുക. നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ.